നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലബാറിലെ മുസ്ലിം ലീഗ് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ അയോധ്യയിലെ രാമക്ഷേത്രം ആയുധമാക്കി CPM വൻ കരുനീക്കം നടത്തുകയാണ്. ഉടൻ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകളാണ് CPMൻ്റെ പ്രതീക്ഷ. കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നതാണ് പിണറായി വിജയൻ ന്യൂനപക്ഷ സമുദായത്തെ, മുസ്ലിം സമുദായത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഏറെ പ്രീണനം നടത്തി വരികയാണ്. കഴിഞ്ഞ തവണ നരേന്ദ്രമോദിയുടെ രണ്ടാം വരവ് തടയാൻ ലക്ഷ്യമിട്ടാണ് കേരളത്തിൽ UDF തരംഗമുണ്ടായത്. ആഞ്ഞടിച്ചതെന്നും ഇക്കുറി ന്യൂനപക്ഷ പിന്തുണ അടക്കം തങ്ങൾക്ക് അനുകൂലമാക്കാനും ഇടതുമുന്നണി കരുതുന്നുണ്ട്. ലീഗിൻ്റെ സ്വാധീന മേഖലകളിൽ സമസ്തയിലൂടെ കടന്നു കയറുകയാണ് ലക്ഷ്യം. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞ പ്രതിഷേധങ്ങളിലേറെയും സൈബർ സഖാക്കളുടേതായിരുന്നു. CPM നേതാക്കളും പരസ്യ പ്രസ്താവനയുമായി ഇറങ്ങുകയും ചെയ്തു. അയോധ്യ വിഷയത്തിൽ ലീഗ് പുലർത്തിയ സംയമനം ചർച്ചയാക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ പോലും അയോധ്യ ആഘോഷമാക്കിയതിൽ പ്രതിഷേധം ഉയർന്നില്ലെന്നാണ് ആരോപണം. ലീഗിന് എക്കാലവും സമസ്ത നൽകിയിരുന്ന പിന്തുണ ഇളക്കാൻ KT ജലീൽ മുഖേന CPM നടത്തിയ ശ്രമം ഫലിച്ചിരുന്നില്ല. സമസ്തയെ ലീഗിൽ നിന്ന് നടത്താതെ മലബാറിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാവില്ലെന്ന് വ്യക്തമായതോടെ പുതിയ കരുനീക്കങ്ങൾ ആരംഭിച്ചു. വഖഫ് ബോർഡ് നിയമന വിഷയത്തിൽ സമസ്ത നേതാക്കൾ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത് തുറുപ്പുചീട്ടുമായി. പാണക്കാട് ശിഹാബ് തങ്ങളുടെ ചില രാഷ്ട്രീയ പ്രസ്താവനകളോടെ അതൃപ്തിയുള്ളവരാണ് CPMനോട് അടുക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ ലീഗിൻ്റെ നേതൃസ്ഥാനങ്ങളിൽ എത്തിയതും സമസ്തയുടെ അനിഷ്ടത്തിനിടയാക്കുകയും ചെയ്തു.